ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എച്ച് ലുക്കപ്പിനെ കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വി ലുക്കപ്പിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ വി ലുക്കപ്പ് എന്താണെന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ കാണേണ്ടതാണ്. ഓക്കെ, കാരണം വി ലുക്കപ്പ് കണ്ടു കഴിഞ്ഞാൽ എച്ച് ലുക്കപ്പ് ചെയ്യാൻ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ നമ്മൾ വി ലുക്കപ്പ് എന്താണെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ എച്ച് ലുക്കപ്പിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് വി ലുക്കപ്പിൽ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ എച്ച് ലുക്കപ്പിലും ചെയ്യുന്നത്. അതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വി ലുക്കപ്പ് ആയപ്പോൾ നമ്മൾ കണ്ടിരുന്നു അവിടെ വെർട്ടിക്കൽ ആയിട്ടായിരുന്നു നമ്മുടെ ടേബിൾ ഉണ്ടായിരുന്നെങ്കിൽ, എച്ച് ലുക്കപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ടേബിൾ ഉള്ളത് ഹൊറിസോണ്ടൽ രീതിയിലാണ്. അപ്പോൾ അതെങ്ങനെയാണ് ടേബിൾ വെർട്ടിക്കൽ ആവുന്നത്, ഹൊറിസോണ്ടൽ ആണോ എന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുള്ള വി ലുക്കപ്പിന്റെ ആ ഒരു ടേബിളായിരുന്നു അത്. ആ ടേബിളിന്റെ കോളം വരുന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, അത് ഹൊറിസോണ്ടൽ രീതിയിലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ രീതിയിൽ കോളം വരുന്നു. ഡാറ്റകളൊക്കെ വരുന്നത് എങ്ങനെയാണ്, 1, 2 നേരെ അടിയിലേക്കാണ് വരുന്നത്, അതായത് വെർട്ടിക്കൽ രീതിയിൽ. ഇങ്ങനെ ഡാറ്റകൾ വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ടേബിളിനാണ്, അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിൽ ടേബിളുകൾ വരുന്നുണ്ടെങ്കിൽ അതിനാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ വെർട്ടിക്കൽ ആയിട്ടുള്ള രീതിയിലാണ് ഈ ടേബിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഡാറ്റകളെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ടേബിളാണ് വെർട്ടിക്കൽ ടേബിളുകൾ. ഈ വെർട്ടിക്കൽ ടേബിളുകളിൽ നിന്ന് ലുക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ലുക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നേരെ മറിച്ചാണ്. നിങ്ങൾ നോക്കൂ, ടേബിൾ വരുന്നത് ഹൊറിസോണ്ടൽ രീതിയിലാണ്. ഐ ഡി ഹൊറിസോണ്ടൽ രീതിയിലാണ് പോകുന്നത്, ഹൊറിസോണ്ടൽ രീതിയിലാണ് ഐ ഡികൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആണ് ഇവിടെ എച്ച് ലുക്കപ്പിന്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമുക്ക് എച്ച് ലുക്കപ്പ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐറ്റം ഐ ഡി ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇവിടെയുള്ള 4 ഐറ്റം ഐ ഡികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഐറ്റം ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കണം, ജസ്റ്റ് 2 എന്ന് ഞാൻ ഇവിടെ കൊടുത്തു. നമുക്കെന്ത് വരണം, 2ന് കറസ്പോണ്ട് ആയിട്ടുള്ള മിൽക്ക് എന്ന് ഇവിടെ വരണം. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൽക്ക് എന്ന് വരണമെങ്കിൽ നമ്മളിവിടെ എച്ച് ലുക്കപ്പ് എന്നുള്ള ഫംഗ്ഷനാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എച്ച് ലുക്കപ്പ് നമ്മൾ വി ലുക്കപ്പ് ചെയ്ത അതേപോലെ തന്നെയാണ് എച്ച് ലുക്കപ്പിന്റെ ഫംഗ്ഷനും വരുന്നത്, അതിലൊന്നും മാറ്റമില്ല. എച്ച് ലുക്കപ്പ് എന്ന് അടിക്കുമ്പോൾ അടിയിൽ നീല കളറിൽ നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ ടാബ് അടിക്കുക. ഓക്കെ, ഫസ്റ്റ് ലുക്കപ്പ് വാല്യൂ ഇവിടെ വരുന്നത് ഐറ്റം ഐ ഡി ആണ്. ഓക്കെ, ഏതാണ് ഇൻപുട്ടായിട്ട് നമ്മൾ ഏതാണ് കൊടുക്കുന്നത് അതാണ് ലുക്കപ്പ് വാല്യൂ. ഫസ്റ്റ് നമ്മൾ അതാണ് കൊടുക്കേണ്ടത്. സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കോമ കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ടേബിൾ ഏതാണ്, ഈ ടേബിളാണ്. ഓക്കെ, ഈ ടേബിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റയുടെ ഭാഗം മൊത്തം നമ്മൾ കവർ ചെയ്യുന്നു. ഓക്കെ, ഈ ടേബിളിൽ നിന്ന് നമുക്ക്, അതായത് ഇത്രയും ഭാഗത്തു നിന്നാണ് നമുക്ക് ഡാറ്റ കിട്ടേണ്ടത്. നെക്സ്റ്റ് നമ്മൾ കോമ കൊടുക്കുന്നു. നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, കഴിഞ്ഞ വി ലുക്കപ്പ് നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സൈഡിലേക്കായിരുന്നു നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു സൈഡിലേക്കായിരുന്നു നമ്മൾ ലുക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, നമ്മൾ ഈ ഒരു സൈഡിലേക്കായിരുന്നു, അതായത് ഇത് 1 2 3 ഈ ഒരു രീതിയിലായിരുന്നു അവിടെ ചെയ്തിരുന്നത്. എന്നാൽ എച്ച് ലുക്കപ്പിലേക്ക് വരുമ്പോൾ എച്ച് ലുക്കപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത്, അത് നേരെ അടിഭാഗത്തേക്കാണ് വരുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് റോ ഇതാണ്, സെക്കൻഡ് റോ ഇതാണ്. അപ്പൊ റോ ബേസിലാണ് എച്ച് ലുക്കപ്പിൽ ഫംഗ്ഷൻ വരുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ 2 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത് അപ്പോൾ നമുക്ക് മിൽക്ക് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് 2ാമത്തെ റോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് 1 ഇത് 2. ഓക്കെ, അപ്പോൾ 2ാമത്തെ റോയിലതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ട്രൂ ഓർ ഫാൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, നമുക്കിവിടെ ഫാൾസ് ആണ്. ഓക്കെ, എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്താ നമുക്കിവിടെ സെയിം ആൻസർ ഇവിടെ വന്നു. ഇനി നമ്മൾ ഇവിടെ 3 അതുപോലെ 4 ഒക്കെ മാറ്റി കൊടുത്താൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതിന് ഈക്വൽ ആയിട്ടുള്ള ഉത്തരം നമുക്ക് ഇവിടെ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഈ ചെയ്യുന്ന ഫംഗ്ഷനുകളൊക്കെ നമുക്ക് എക്സലിലൂടെ കാണാൻ പറ്റും. അതിന് നമ്മൾ ഫോർമുലാസ് എടുക്കുന്നു. അതിൽ ലുക്കപ്പ് ആൻഡ് റെഫറൻസ്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എച്ച് ലുക്കപ്പും കാണാൻ പറ്റും, വി ലുക്കപ്പും കാണാൻ പറ്റും. നിങ്ങൾ എക്സലൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഫോർമുലാസിലൊന്ന് പോവുക, എച്ച് ലുക്കപ്പ് എന്താണ് സംഭവം എന്നുള്ളത് ഇവിടെ ഉണ്ട്, ഡീറ്റെയിൽ ആയിട്ടൊന്ന് വായിച്ചു നോക്കാം. അതുപോലെ തന്നെ വി ലുക്കപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ.